നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ ഇതെവിടെ പോവാ? ഞാനല്ല, നീയാ പോകുന്നേ. ഞാനോ? അല്ല, ഇതേ ഈ ധാവണി എന്തിനാമേ? നിനക്ക് തന്നെ. ഈ ഗോസായ വേഷമൊക്കെ കളഞ്ഞ് നീ ഇനി സാരി കൊടുക്കാൻ പഠിക്കണം. ദേ ബ്ലൗസൊക്കെ അമ്മ തയ്പ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിഞ്ഞൂടാ ഇതൊന്നും കൊടുക്കാനും പാവാട കെട്ടാനൊന്നും. ഞാൻ പഠിപ്പിച്ചേരാടി, നിനക്ക് ഉടുപ്പിച്ചു തരാം. അമ്മ, എന്റെ അമ്മയ്ക്ക് എന്താ അറിയാം? ഈ സാരി കൊടുത്താൽ ജീപ്പിലോ മറ്റോ കയറിയാലേ തിരിച്ചിറങ്ങുമ്പോ സാരി ജീപ്പിലിരിക്കും. ഓ, സാരി ഉടുക്കുന്നവരൊക്കെ ദിവസം ജീപ്പിൽ സാരി ഇട്ടോണ്ടല്ലേ പോരുന്നേ? നീ ഒന്ന് വന്നിതൊന്ന് ഉടുത്തു നോക്ക്. അമ്മ, ഞാൻ ഇതൊക്കെ ഉടുത്തിട്ട്. മോളെ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, ആ സന്ദീപ് നല്ലവനാ, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധം. അവനങ്ങേ തിരുവനന്തപുരത്തുനിന്നാ വരുന്നേ. അവിടുത്തെ പിള്ളേര് കാണാത്ത വേഷങ്ങളില്ല. അതൊക്കെ കണ്ടു മടുത്തിട്ടാവും അവൻ ഇവിടെ വന്ന് ദേവൂട്ടിയെ കണ്ടിഷ്ടപ്പെട്ടത്. ദേ, നിന്റെ നേർക്കും അവൻ അങ്ങനെ ഒരു ഇഷ്ടം തോന്നണമെങ്കിലേ നീയും അതുപോലുള്ള വേഷം ധരിക്കണം. ആദ്യം വേഷം, പിന്നെ സ്വഭാവം. അങ്ങനെ അങ്ങനെ അവന്റെ ഇഷ്ടം പിടിച്ചു പറ്റണം. എന്നാലും അമ്മ, ദേ, എല്ലാം എന്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അമ്മ പറയുന്നത് കേക്ക്. നീ വന്നിതൊന്നുടുക്ക്. വാ മോളെ, വാ, വരാൻ. വരുന്നു. വന്നേ, നടക്ക്. അതെ, മുത്തശ്ശി, കാക്ക കുളിച്ച കൊക്കാവോ? കാക്ക കുളിച്ച കൊക്കാകില്ലെന്ന് മാത്രല്ല, കാക്ക നടന്നാല് അത് അന്യനട ആവുകയില്ല. എന്തേ? അതൊക്കെ ഉണ്ട്. നോക്കിയേ, നന്നായിട്ടുണ്ടടി. എന്തോ ഇത്? അമ്മയുടെ സുന്ദരി. ആ, സൂക്ഷിച്ച്. എന്റെ അമ്മ, ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല അമ്മ. നീ വന്നേ. ആഹാ, ഇതെന്താ ചക്കയ്ക്ക് കൂടേട്ടതുപോലെ? എന്താ മോളെ ഇത്? നിനക്ക് ശീലമുള്ള വേഷങ്ങള് ധരിച്ചാ പോരെ? ഈ കാക്ക നടന്നാൽ അന്ന നടയാവില്ലെന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ? അഖിലേച്ചി സാരി കൊടുത്താലേ ദേവു ചേച്ചി ആവില്ല, മനസ്സിലായോ? അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എനിക്കിതൊന്നും പറ്റൂലെന്ന്. നിനക്കെന്താ പറ്റാത്തത്? സാരി ഉടുക്കുന്ന എല്ലാവരും പെറ്റ് വീഴുമ്പോഴേ സാരി ഉടുക്കാൻ പഠിച്ചോണ്ടല്ല വരുന്നേ. ഉടുത്തൊടുത്ത് വരുമ്പോ ശീലാവും, നന്നാവുകയും ചെയ്യും. അഖില മോളെ, നീ ആവാൻ ശ്രമിച്ചാ മതി, ദേവൂട്ടി ആവാൻ ശ്രമിക്കണ്ട. അവൾ ഒരു ജന്മം കൊണ്ട് നേടിയെടുത്ത ശീലങ്ങളാ അതൊക്കെ. ഒറ്റ ശ്വാസത്തിന് അതൊക്കെ അങ്ങനെ അങ്ങ് അനുകരിച്ചു കളയാന്ന് കരുതിയാ അത് അബദ്ധാവുകയുള്ളൂ കുട്ടി. താൽക്കാലിക ലാഭം കരുതി ശീലങ്ങളും വഴക്കങ്ങളും അനുകരിക്കാൻ തുടങ്ങിയ പാളിപ്പോവും മോളെ. ഓരോരുത്തരും അവരവരാവാൻ ശ്രമിക്കണം. അന്യരാകാൻ ശ്രമിച്ചാലേ ആരും അല്ലാതായി പോവും. ഒരു ദേവൂട്ടി, ഒരു കാര്യം. സ്വന്തം പേരക്കുട്ടിക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവുന്നു കണ്ട എടങ്കോലിടുന്ന മുത്തശ്ശിമാരുള്ള കാലാണല്ലോ എന്റെ ദേവി. മല്ലികയും വർഷയും മടങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. മടങ്ങിപ്പോയ്ക്കോട്ടെ, അതിനെന്താ? നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ലല്ലോ. അല്ല, അവരുടെ കാര്യം മാത്രമല്ല, നമ്മളെല്ലാവരും മടങ്ങിപ്പോകുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടുത്തെ കാര്യങ്ങളെല്ലാം മുടക്കിയിട്ട് എത്ര നാളെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നത്? കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളല്ലേ തമ്പിയേട്ടൻ. വളരെ വലിയൊരു മെന്റൽ ഷോക്കാ അവനുണ്ടായത്. അതിനെ തുടർന്നുണ്ടായ ഡിപ്രഷൻ. നമ്മളൊക്കെ എന്തുമാത്രം തീ തിന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവൻ സാധാരണ ലൈഫിലേക്ക് മടങ്ങിയെത്തിയിട്ടേ ഉള്ളൂ. ഇനിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ എനിക്കത് താങ്ങാൻ പറ്റില്ല തമ്പിയേട്ട. അന്ന് നമ്മൾ എല്ലാവരും അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് നിർബന്ധിച്ചതല്ലേ. എന്നിട്ടും അവൻ മടങ്ങാൻ കൂട്ടാക്കുന്നില്ല.
ഇവിടെ വെച്ച് അവൻ അങ്ങനെ വല്ല ഷോക്കും ഉണ്ടായ കൈത്താങ്ങിന് ഒരു മനുഷ്യനില്ല. അവനില്ലാതെ ഞാൻ വരില്ല. അവനെ ഇവിടെ തനിച്ചു വിട്ടിട്ട് എനിക്ക് വരാനാവില്ല. ഇവര് പൊയ്ക്കോട്ടെ. അത്യാവശ്യം ഉണ്ടെങ്കിൽ തമ്പിയേട്ടനും പൊയ്ക്കോ. അവിടെ ചെന്നിട്ട് എനിക്കൊരു അത്യാവശ്യമില്ല. ബിസിനസിന്റെ കാര്യങ്ങളാണ് മുഖ്യം. അതിന് ഞാൻ മാത്രം പോയിട്ടും കാര്യമില്ല. ശ്രീകളെയും വരണം. ശ്രീകലേച്ചിന് എന്ത് വർത്താനായി പറയുന്നേ? അവനെന്തിനാ ഇവിടെ നിൽക്കാൻ ശാഠ്യം പിടിക്കുന്നത്? ഒരു കാര്യമില്ല. അവന്റെ എല്ലാ നിർബന്ധങ്ങൾക്കും വളം വെച്ചു കൊടുത്താ അവൻ ഇങ്ങനെ ആയിപ്പോയത്. ശ്രീകലേച്ചി മാത്രമല്ല, തമ്പി ചേട്ടനും കണക്കാ. രണ്ടുപേരും കൂടി ചേർന്നാ അവനെങ്ങനെ വഷളാക്കിയത്. ശരിയാ, ആ പെണ്ണിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. പിന്നെന്തിനാ അവൻ ഇവിടെ നിൽക്കാൻ നിർബന്ധം പിടിക്കുന്നേ? അവൻ വന്നില്ലെങ്കിൽ വരണ്ട, നമുക്ക് പോവാലോ. ഞാൻ ആദ്യമേ പറഞ്ഞു, വർഷയ്ക്കും മല്ലികയ്ക്കും എപ്പോ വേണോ തിരിച്ചു പോവാം. പ്രത്യേകിച്ചും മല്ലികയ്ക്ക്. എന്റെ കുട്ടിയെ അന്യനാട്ടിൽ തനിച്ചാക്കി എനിക്ക് എങ്ങോട്ടും വരാനാവില്ല. അതെ അതെ, അവൻ വരുന്നില്ലെങ്കിൽ ഞാനും എങ്ങോട്ടുമില്ല. മരിച്ചുപോയ എന്റെ മോനെ ഞാൻ കാണുന്നത് അവനിലൂടെയാ. അവനില്ലാതെ ഞാനും ഇല്ല. അവനില്ലാതെ ഞാനും ഇല്ല. ദേവുട്ടി പത്രം വായിക്കോ? വല്ലപ്പോഴും അല്ലേ? പെൺകുട്ടികളെ സ്വർണത്തിന്റെയും പണത്തിന്റെയും കോലുകൊണ്ട് അളക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് വളരെ കൂടുതലാണ്. പത്രം എടുത്താൽ ഈ സ്ത്രീധന മോഹികളുടെ കഥകൾ മാത്രമാണ്. അതിൽ ദേവുട്ടിക്ക് എന്ത് കാര്യം എന്നല്ലേ? എന്ന കാര്യമുണ്ട്. ദേവുനെ കാണാമെന്ന ആ പയ്യനില്ലേ, സന്ദീപ്, അവനെ ഞാൻ നല്ലോണം മനസ്സിലാക്കി. ഇക്കാലത്തെ പണക്കാര് പിള്ളേരുടെ ഒരു ശീലങ്ങളും അവനില്ല. നല്ല മനസ്സ്, സ്നേഹവും അനുകമ്പയും നിറഞ്ഞ നല്ല മനസ്സ്. ഹാ, 1000-ൽ പോലും ഇക്കാലത്ത് ഇങ്ങനൊരു മനസ്സ് കാണില്ല. പക്ഷേ അവനിപ്പോ വലിയ ധർമ്മസങ്കടത്തിലാ. നിന്നെ മറക്കാനോ അവഗണിച്ചു പോവാനോ അവന് കഴിയുന്നില്ല. അമ്മയുടെ വാക്ക് മറികടന്ന് നിന്നെ സ്വീകരിക്കാനും കഴിയുന്നില്ല. ദേവൂട്ടിക്ക് മോഹങ്ങളില്ലെങ്കിലും അവനുണ്ട്. അവന്റെ ചിന്തകളും വിചാരങ്ങളും മോഹങ്ങളും എല്ലാം ഇപ്പൊ നിന്നെ ചുറ്റിപ്പറ്റിയ. ഹാ, മനസ്സിലായി. കൊള്ളാം. ചേച്ചിയെ കാണാൻ വന്നവന് അനുജത്തി അഖിലയെ കെട്ടിച്ചു കൊടുക്കുന്നത് നല്ല സംസ്കാരമല്ല.